പ്രിയദർശിനി ബസ് സൗജന്യ യാത്രാ പദ്ധതിയെ അട്ടിമറിക്കാൻ നോക്കിയ ദുഷ്ടശക്തികളെ കോടതി തുരത്തി ഓടിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, വി.ഡി. സതീശൻ സർക്കാർ ഒരു മാസം കൊണ്ട് ജനങ്ങളുടെ ഹൃദയത്തിൽ തന്നെ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് പ്രിയദർശിനി ബസ് സൗജന്യ യാത്രാ പദ്ധതി തന്നെയാണ്. മറ്റു സംസ്ഥാനങ്ങളിൽ ഉണ്ട് എന്ന് കൗതുകത്തോടും ആശ്ചര്യത്തോടും പറഞ്ഞ് നടന്നിരുന്ന നമ്മൾ തന്നെ ഈ സൗജന്യ യാത്ര ഇവിടെ കേരളത്തിലെ ബസ്സിലും കിട്ടിയതോടെ കേരളത്തിലെ സ്ത്രീകൾ വലിയ സന്തോഷത്തിലാണ്. സർക്കാരിന് പലതും ചെയ്യാൻ കഴിയുമെന്ന ഒരു സന്ദേശമാണ് ആദ്യത്തെ മാസം തന്നെ ഇതിലൂടെ തെളിയിച്ചിരിക്കുന്നത്. എന്നാൽ ജനങ്ങളുടെ കയ്യടി നേടിയ ഈ പദ്ധതി മാത്രം മതി UDF സർക്കാർ ഇനി തകർക്കാൻ കഴിയാത്തൊരു സംഭവമായി മാറും എന്നുറപ്പിച്ചതോടെ അതിനെ എങ്ങനെയെങ്കിലും പൂട്ടിക്കണമെന്ന് CPM അടക്കമുള്ള പ്രതിപക്ഷം തീരുമാനിച്ചു. BJPയുടെ വനിതാ പോരാളികൾ തുടക്ക ദിവസം തന്നെ പ്രതിഷേധ കൊടുങ്കാറ്റിൽ ബസ്സിൽ കിടന്ന് ഉരുളുന്നത് നമ്മൾ കണ്ടു. പക്ഷേ ഇതെല്ലാം ജനങ്ങൾ തള്ളുകയും സതീശൻ സർക്കാരിനെ സ്വീകരിക്കുകയും ചെയ്തതോടെ പദ്ധതി വിജയിച്ചു. ഇപ്പോഴിതാ അവരെ കോടതിയും ഇതെല്ലാം ശരിവച്ചിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ പ്രിയദർശിനി ബസ് അതിൻ്റെ സൗജന്യ യാത്രാ പദ്ധതിക്കെതിരെ നൽകിയ പൊതു താൽപ്പര്യ ഹർജി ഹൈക്കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇതിനെ ഭരണഘടനാ വിരുദ്ധം എന്നാണ് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഭരണഘടനാ വിരുദ്ധത എന്താണെന്ന് ചൂണ്ടിക്കാട്ടാൻ ഹർജിക്കാരനായില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കുകയുണ്ടായി. സൗജന്യ യാത്രാ പദ്ധതി നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഹർജി. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്ന ഈ ഹർജി വിധി പറയാൻ ഇന്നേക്ക് മാറ്റുകയായിരുന്നു. പദ്ധതി രാഷ്ട്രീയ നേട്ടത്തിനുള്ള തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്നായിരുന്നു ഹർജിക്കാരൻ്റെ പ്രധാനപ്പെട്ട വാദം. എന്നാൽ സർക്കാർ വാക്കുപാലിച്ചത് കണ്ടുകൂടെ എന്നും പദ്ധതി നിർത്തണമെന്ന് എങ്ങനെയാണ് പറയുന്നതെന്നും കോടതി ചോദിച്ചു. ശാസ്ത്രീയ പഠനമോ സാമ്പത്തിക ആഘാതമോ വിലയിരുത്താതെയാണ് പദ്ധതി നടപ്പാക്കിയതെന്നും പൊതുജനാഭിപ്രായ രൂപീകരണം നടത്തിയിട്ടില്ലെന്നും ഹർജിക്കാരൻ തട്ടിവിടുകയായിരുന്നു. രാഷ്ട്രീയ നേട്ടത്തിനായുള്ള തെരഞ്ഞെടുപ്പ് വാഗ്ദാനം അതേപടി നടപ്പിലാക്കി. ഇതുവഴി പ്രതിവർഷം ഏകദേശം 800 കോടി രൂപയാകും സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക ബാധ്യത എന്നും പറയുന്നു. ഇത് താങ്ങാൻ പറ്റാത്ത ഭാരമാകുമെന്നും പൊതു താൽപ്പര്യ ഹർജിയിൽ ഉന്നയിച്ചിരുന്നു. പുരുഷന്മാരെയും സ്ത്രീകളെയും കേവലം ലിംഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം വേർതിരിക്കുന്നത് വിവേചനപരമാണെന്നും പദ്ധതി ഭരണഘടനാ വിരുദ്ധമാണെന്നും ഹർജിയിൽ പറയുന്നു. പൊതുജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് ഭരണഘടനാ വിരുദ്ധമായി നടപ്പിലാക്കുന്ന ഒരു പദ്ധതി അത് റദ്ദാക്കണമെന്നും കേസ് തീർപ്പാക്കുന്നതുവരെ പദ്ധതിയുടെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നും പറഞ്ഞ ആ ഹർജിയെ ചവറ്റുകൊട്ടയിൽ തള്ളിയ ഹൈക്കോടതി പ്രിയദർശിനി പദ്ധതിക്ക് ഡബിൾ ബെല്ലടിച്ചിരിക്കുന്നു. ഇനി അത് കുതിക്കും എന്ന് തന്നെ പറയാം.